കഴിഞ്ഞ ദിവസം ഒരു PSC എക്സാം ഉണ്ടായിരുന്നു. വിഴിഞ്ഞത്തിനടുത്തുള്ള റോസ മിസ്റ്റിക്ക ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു എക്സാം. ശരിക്കും എന്ത് മനോഹരമായിരുന്നു ആ സ്കൂള്. ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തേക്ക് ഓർമ്മപ്പെടുത്തുന്ന വിധം ആ സ്കൂളിൽ പഠിക്കാനായിട്ട് തോന്നി. എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോൾ എന്തായാലും ഇതുവരെ വന്നതല്ലേ, എന്നാൽ പിന്നെ ഒന്ന് വിഴിഞ്ഞം കണ്ടിട്ട് വരാമെന്ന് കരുതി. അവിടെ നിന്ന് 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിഴിഞ്ഞത്തേക്ക്. ഞങ്ങൾ ബീച്ചിലേക്ക് പോയില്ല, നേരെ വിഴിഞ്ഞം മാർക്കറ്റിലേക്കാണ് പോയത്. കുറച്ചധികം നേരം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. ഒരു 8-10 വർഷമായിട്ടുണ്ടാവും കടൽ കാണാൻ പോയിട്ട്. ഈ കാണുന്നതാണ് വിഴിഞ്ഞം തുറമുഖം. അങ്ങനെ ദൂരെ നിന്നിട്ടാണെങ്കിലും പോർട്ടൊക്കെ കണ്ടു. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കടലിനടുത്തായതുകൊണ്ട് തന്നെ വലിയ ചൂടൊന്നും അനുഭവപ്പെട്ടൊന്നുമില്ല. ഏകദേശം ബോട്ടുകളിൽ ഒത്തിരി പേര് മീൻ പിടിച്ച് വരുന്ന സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ മീനൊക്കെ ഓരോ ബോട്ടുകൾ വരുന്നതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്ത എന്തോ തരം മീനുകളൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് എന്തോ ഒരു പ്രത്യേകതരം വലിയ കണവയാണെന്നാണ് അവർ പറഞ്ഞത്. കുറേ ബോട്ടുകളിലായിട്ട് ഈ കണവ തന്നെയാണ് കുറേ പേര് കൊണ്ടുവന്നത്. പക്ഷെ നല്ല വില ഉണ്ടായിരുന്നു. ഇത്രയും മീൻ തന്നെ ഏകദേശം നല്ലൊരു എമൗണ്ടാണ് അവർ ചോദിച്ചത്. അത് കഴിഞ്ഞിട്ട് ഈ മീനിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ക്ലാത്തിയൊക്കെ പോലെ തോന്നി. ഈ ഇത്രയും എമൗണ്ടിന് തന്നെ അവർ ഏകദേശം 43,000 രൂപയാണ് ലേലം വിളിക്കാൻ തുടങ്ങിയത് തന്നെ. അത് ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് യാത്ര തിരിച്ചു. എന്നിട്ട് വരുന്ന വഴിക്ക് ഇറാനിയിൽ കയറിയിട്ട് ഒരു അൽഫാം മന്തി കഴിച്ചു ഞങ്ങൾ. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ മന്തിക്ക് നല്ല ടേസ്റ്റ് ഫീൽ ചെയ്തു. ഇതിലെ ഹണി ചില്ലി സോസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ്. ശരിക്കും ഒരു PSC എക്സാം കഴിഞ്ഞിട്ട് ഇത്രയും എൻജോയ് ചെയ്ത് വരുന്നത് ഇതാദ്യമായിട്ടാണ്. എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോൾ വല്ലാത്തൊരു ഹോപ്പായിരുന്നു മനസ്സിൽ. ഇനിയിപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴും അതേ ഹോപ്പ് ഉണ്ടാവുമോ എന്നറിയില്ല. എന്നാലും ഭയങ്കര സന്തോഷമാണ് ഇന്നത്തെ ദിവസം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.